ഉപ്പൂറ്റി വേദന മിക്ക ആളുകളിലും ഇപ്പൊ കാണുന്നുണ്ട്, പ്രത്യേകിച്ച് 40 കഴിഞ്ഞ സ്ത്രീകളിൽ. എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് എണീക്കുമ്പോൾ ആദ്യത്തെ 2-3 സ്റ്റെപ്പ് വെക്കാൻ പ്രയാസം അനുഭവപ്പെടുക. അതുപോലെ തന്നെ ഉറങ്ങിയൊക്കെ എണീച്ച് കഴിയുമ്പോൾ അവർക്ക് ഫസ്റ്റ് ബാത്റൂമിൽ പോകണമെങ്കിൽ 1-2 സ്റ്റെപ്പ് വെക്കാൻ തന്നെ പ്രയാസം അനുഭവപ്പെടുക. വേച്ചായിരിക്കും നടക്കുന്നത്. അതുപോലെ തന്നെ കാലിൽ വലിച്ചിലും പുകച്ചിലും ഒക്കെ അനുഭവപ്പെടുക. ഇത്തരം ബുദ്ധിമുട്ടുകൾക്ക് പ്രധാനമായിട്ടും 4 കാരണങ്ങളാണ് ഉള്ളത്. ഒന്ന് കാൽക്കേനിയസ് സ്പർ, രണ്ടാമത്തേത് അക്വിലിസ് ടെൻഡനൈറ്റിസ്, ടാർസൽ ടണൽ സിൻഡ്രോം, അതുപോലെ തന്നെ പ്ലാന്റർ ഫേഷ്യേറ്റിസ്. ഇതിൽ പ്രധാനമായിട്ടും മിക്ക സ്ത്രീകളുടെയും പ്രശ്നത്തിന് കാരണം പ്ലാന്റർ ഫേഷ്യേറ്റിസ് ആണ്. ഈ പ്ലാന്റർ ഫേഷ്യേറ്റിസ് എന്ന് പറയുന്നത് നമ്മുടെ കാൽപാദത്തിലുള്ള പ്ലാന്റർ ഫേഷ്യക്ക് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻ ആണ്. ഈ പ്ലാന്റർ ഫേഷ്യ എന്ന് പറയുന്നത് ശരിക്കും ഉപ്പൂറ്റിയും അതുപോലെ തന്നെ കാലിന്റെ വിരലുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എല്ലിന് മുകളിൽ ഉണ്ടാകുന്ന ഒരു പാടയാണ്, അതായത് ഒരു ടിഷ്യൂ ആണ്. ഈ ടിഷ്യൂ ഇൻഫ്ലമേഷൻ വരുമ്പോഴാണ് നമ്മൾ അതിനെ പ്ലാന്റർ ഫേഷ്യേറ്റിസ് എന്ന് വിളിക്കുന്നത്. ഇത്തരത്തിൽ പ്ലാന്റർ ഫേഷ്യേറ്റിസ് ഉണ്ടാവാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ഒന്ന്, നമുക്ക് വെയിറ്റ് കൂടുന്നത് തന്നെയാണ് അതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു കാരണം. വെയിറ്റ് കൂടുമ്പം ഇതിന് പ്രഷർ വരികയും അതുപോലെ തന്നെ ഈ പ്ലാന്റർ ഫേഷ്യക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുകയും ചെയ്യും. രണ്ടാമത്തേത്, നമ്മൾ ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ കൃത്യമായ സൈസിലല്ലെങ്കിൽ, അതുപോലെ ഹീലുള്ള ചെരുപ്പുകൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ആളുകളിലൊക്കെ ഇത്തരത്തിൽ പ്ലാന്റർ ഫേഷ്യേറ്റിസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാലിന്റെ ഉപ്പൂറ്റിയും അതുപോലെ തന്നെ വിരലുകളും തമ്മിൽ ബന്ധിപ്പിക്കുന്ന എല്ലിന് ഉണ്ടാകുന്ന ആ ഒരു ആർച്ച്, അതിന്റെ ഹൈറ്റ് കുറവാണെങ്കിൽ, അതായത് ഫ്ലാറ്റ് ഫൂട്ടുള്ള ആളുകളിലൊക്കെ ഇത്തരത്തില് ഇൻഫ്ലമേഷൻ വരാനുള്ള സാധ്യത കൂട്ടും. അതുപോലെ തന്നെ ഈ സ്പോർട്സ് ഒക്കെ ചെയ്യുന്ന ആളുകൾ, കണ്ടിന്യൂസ് ആയിട്ട് ഓടുക, അങ്ങനത്തെ വർക്കൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് പൊതുവെ ഇതിന് തേയ്മാനം വന്നിട്ട് ഇൻഫ്ലമേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. തണുപ്പുള്ള സ്ഥലത്തൊക്കെ കൂടുതലായിട്ട് നിൽക്കുന്ന ആളുകളിൽ ടൈലിലൊക്കെ നടക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തണുപ്പ് പെട്ടെന്ന് കയറാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഇൻഫ്ലമേഷനുള്ള സാധ്യത കൂട്ടും. വൈറ്റമിൻ ഡി അതുപോലെ തന്നെ കാൽഷ്യം ഡെഫിഷ്യൻസി ഉള്ള ആളുകളിലൊക്കെ ഇത്തരത്തിൽ പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ ഇത് എന്താണെന്ന് കണ്ടുപിടിച്ച് അതിന് കറക്റ്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷനാണ് നമുക്ക് ആവശ്യം. തണുപ്പ് കൂടുതലായിട്ട് കോണ്ടാക്ട് വരുന്നുണ്ടെങ്കിൽ ടൈലിലൊക്കെ നടക്കുന്ന ആൾക്കാർ ഒരു സോക്സ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ സോഫ്റ്റ് ചെരുപ്പുകൾ ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഹീലുള്ള ചെരുപ്പ് ഒഴിവാക്കുക, സൈസ് കറക്റ്റ് ആയിട്ടുള്ള ചെരുപ്പുകൾ ചൂസ് ചെയ്യുക. ഇത്തരത്തിൽ നമുക്ക് ഇത് കൺട്രോൾ ചെയ്യാൻ പറ്റും. വെയിറ്റ് നമ്മൾ കൂടുതൽ ഉണ്ടെങ്കിൽ അത് റെഡ്യൂസ് ചെയ്യാൻ നോക്കുക. അതുപോലെ ഇൻഫ്ലമേഷൻ കുറക്കാനുള്ള മെഡിസിൻസുകൾ അത് ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കൃത്യമായിട്ട് എടുക്കുക. അപ്പോൾ ഇൻഫ്ലമേഷൻ കുറക്കാനുള്ള മെഡിസിൻസ് എന്ന് പറയുമ്പോൾ ഹോമിയോപ്പതിയിൽ വളരെ നല്ല മെഡിസിൻസ് ഉണ്ട് ഇൻഫ്ലമേഷൻ കുറക്കാൻ. കൽക്കേരിയ ഫ്ലൂർ, കൽക്കേരിയ പോസ്, പൾസാറ്റില, മെഡോറിനം തുടങ്ങിയ മെഡിസിൻസ് ആണ് നമ്മൾ ഉപയോഗപ്പെടുത്താമെങ്കിലും നമ്മൾ കൃത്യമായിട്ട് അത് ഡയഗ്നോസ് ചെയ്യൽ ആവശ്യമാണ്. എന്താണ് കണ്ടീഷൻസ് നോക്കിയിട്ടാണ് നമുക്ക് ഹോമിയോപ്പതിയിൽ മരുന്ന് കൊടുക്കുന്നത്. ഈ കൽക്കേനിയസ് സ്പർ ആണെങ്കിൽ അത് നമ്മുടെ ഉപ്പൂറ്റിയുടെ എല്ലിന് വളർച്ച കൂടുതൽ കൊണ്ടാണ് വരുന്നത്. അപ്പോൾ അതും ഒരു മുള്ളു പോലെ ഇങ്ങനെ കാണപ്പെടും. അത് എക്സ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അതുപോലെ തന്നെ MRI എടുത്തു കഴിഞ്ഞാൽ സോഫ്റ്റ് ടിഷ്യൂസിന് എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് ഇതെന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കി അതിന് ട്രീറ്റ്മെന്റ് എടുക്കുക. ഇനി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എക്സസൈസ് ആണ്. അത് കൃത്യമായ രീതിയിൽ ഡെയിലി എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരു പരിധി വരെ ഇതിന്റെ ഇൻഫ്ലമേഷൻ കൺട്രോൾ ചെയ്യാൻ പറ്റും. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, എൻ്റെ ഈ കൈ കാലായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ കാലിന്റെ പാദം നമ്മൾ ബാക്കോട്ടും അതുപോലെ ഫ്രണ്ടോട്ടും ഇങ്ങനെ ഇട്ടിട്ട് ഇങ്ങനെ എക്സസൈസ് ചെയ്യുക. അതുപോലെ തന്നെ സൈഡുകളിലേക്കും ഇങ്ങനെ വെച്ചിട്ട് എക്സസൈസ് ചെയ്യുന്ന ഒരു 10-15 പ്രാവശ്യം രാവിലെയും വൈകിട്ടും ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ നമ്മൾ മസാജ് ചെയ്യുന്നത് നല്ലതാണ്. അതുപോലെ ചെയ്യാൻ പറ്റുന്ന വേറൊരു കാര്യമാണ്, രാവിലെ തന്നെ നല്ല വേദനയൊക്കെ ഉണ്ടെങ്കിൽ 2 പാത്രത്തിലായിട്ട് ഒന്നിൽ ചൂടുവെള്ളവും അതുപോലെ തന്നെ ഒന്നിൽ തണുത്ത വെള്ളവും എടുക്കുക. എന്നിട്ട് നമ്മളെ കാല് മാറി മാറി ഓരോ 10 സെക്കൻഡ് മാറി മാറി കാല് ചൂടുവെള്ളത്തിലും അതുപോലെ തന്നെ തണുത്ത വെള്ളത്തിലും വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇൻഫ്ലമേഷൻ ഇതിന് കുറക്കാൻ പറ്റും. സോഫ്റ്റ് ചെരുപ്പുകൾ ഉപയോഗിക്കുക, കറക്റ്റ് സൈസിൽ ഉപയോഗിക്കുക, എക്സസൈസ് ചെയ്യുക. വൈറ്റമിൻ ഡി അതുപോലെ തന്നെ കാൽഷ്യം ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ ബ്ലഡ് ചെക്ക് ചെയ്ത് അറിയാൻ പറ്റും. അതനുസരിച്ച് നമ്മൾ മെഡിസിൻ എടുക്കുക. ഇത്തരത്തിൽ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനും ഇത് ക്യൂർ ചെയ്യാനും സാധിക്കും. അടുത്ത ടിപ്സുമായി വീണ്ടും കാണാം.